5 മണിക്ക് വരാമെന്ന് പറഞ്ഞ ലേറ്റായിപ്പോയി. ഇപ്പം എന്താ ചെയ്യുക? നോക്കാം. കുറച്ച് അത്യാവശ്യ ജോലി ഇട്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. നിന്റെ കോളേജ് മറ്റ് വന്നിരുന്നോ? അയാളുടെ പേരെന്താ പറഞ്ഞേ? അയാൾ വന്നിരുന്നോ? സോറി, കുറച്ച് ജോലി തിരക്കായിരുന്നു, അതാ വൈകിയത്. 5 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു. പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയൂ. ഇതാ ഇവിടെ നോക്ക്, നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കഷ്ടം വന്നു. ഒന്ന് ചിരിക്കടാ. ഞാൻ വേണമെങ്കിൽ ചിരിച്ചു കാണിക്കാം. അതോ നീ തന്നെ ചിരിക്കുന്നോ? നിന്നെ കണ്ട ചേഞ്ചസ് ഒന്നും കാണുന്നില്ലല്ലോ. അന്നത്തെ സ്റ്റേജ് തന്നെ ഇപ്പോഴും. എന്താ നീ പറയുന്നേ? ഞാൻ അന്ന് കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെയാ നീ ഇപ്പോഴും. ഒരു വ്യത്യാസമില്ല. എന്ത് ചെയ്യാനാ നീ പറയുന്നേ? എന്റെ വിധിയാണിത്. നമ്മൾ പരിശ്രമിക്കുന്നത് വിട്ടിട്ട് എന്തിനാ വിധിയെ കുറ്റം പറയുന്നേ? എന്ത് ശ്രമിച്ച് നേടാനാ? എന്ത് നേടാനാണെന്നോ? ആദ്യമൊക്കെ നിന്റെ കാര്യത്തെക്കാൾ എന്റെ കാര്യം മോശമായിരുന്നു. ഞാൻ ബുദ്ധിപൂർവ്വം നടന്നതുകൊണ്ട് എന്റെ ജീവിതം ഇപ്പൊ തൃപ്തിയായി. നിന്റെ ഹസ്ബൻഡ് നിന്റെ കൂടെ ഇരിക്കുന്ന സമയം കുറവാണെന്ന് നീ ഫീൽ ചെയ്യുന്നു. എന്നാ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഇരിക്കുന്ന സമയം കൂടുതലാണെന്ന് ഞാൻ കഷ്ടപ്പെടുന്നു. ഭാഗ്യലക്ഷ്മി, ഭാഗ്യം. ഞാൻ നമ്മുടെ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ കാമിനിമോളുടെ വീട്ടിലും കയറിയിട്ട് വൈകിട്ട് ഇങ്ങോട്ട് വരൂ. എന്തിനാ ഇപ്പൊ വക്കീലിനെ കാണുന്നത്? എടീ, നമുക്ക് വയസ്സാവുമല്ലേ. നമുക്കുള്ളത് ഒരു മോള്. അവളുടെ കല്യാണം പെട്ടെന്നായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതിനിപ്പോ വക്കീലിനെ കണ്ടിട്ട് എന്തിനാ? നമുക്കുള്ള വസ്തുവിൽ 3/4 ഭാഗവും അച്ഛന്റെ പേരിലുള്ളതാ. എന്റെ സഹോദരി കോടീശ്വരിയാണെങ്കിലും സ്വത്തിനോടുള്ള ആർത്തി ഇതുവരെ തീരാത്തവളാ. അതുകൊണ്ട് എന്തെങ്കിലും അവൾക്ക് കൊടുത്ത് ആധാരം പുതുക്കി കാമിനിയുടെ പേരിലാക്കണം. ഒരു നിലയ്ക്ക് അത് നല്ല കാര്യം തന്നെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അച്ഛാ. അല്ല, മോളല്ലേ വരുന്നത്? ഒറ്റയ്ക്കാണല്ലോ, ഉദയനെ കാണാനില്ല. അമ്മേ, അച്ഛൻ എവിടേക്കാ യാത്ര? അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അവൻ എന്താ വരാഞ്ഞേ? കമ്പനി MD പുള്ളിക്കാരന് ആർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള സെലക്ഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിനു വേണ്ടിയുള്ള പെയിന്റിങ്ങിലാ രാത്രിയും പകലും. ശരി ശരി, രാത്രിയും പകലും വരച്ച് വരച്ച് ശരീരം നശിപ്പിക്കില്ലെന്ന് പറഞ്ഞേക്ക്. അപ്പൊ ശരി, അച്ഛൻ ഇറങ്ങട്ടെ. മോൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കേ. ഭാഗ്യം, ഞാൻ പോയിട്ട് വരാം. എന്താ മോളെ, വിശേഷം വല്ലതും ഉണ്ടോ? എന്ത് വിശേഷമേ? ഞങ്ങൾക്ക് പരമസുഖം. നിങ്ങൾക്ക് സുഖമാണെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് വയസ്സായില്ലേ. ഒരു പേരക്കുട്ടിയെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റുമോന്നാ ഞാൻ ചോദിച്ചത്. അതൊക്കെ ഈശ്വര നിശ്ചയല്ലേ അമ്മേ.
അമ്മ തിരക്ക് കൂട്ടിയ എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ? എന്റെ മോളുടെ കുഞ്ഞിന് ഗുരുവായൂർ ചോറൂട്ടാന്നും വെണ്ണ കൊണ്ട് തുലാഭാരം നടത്താന്നും ഗുരുവായൂരപ്പന് നേർന്നിരിക്കുക. ഗുരുവായൂരപ്പ, എന്റെ അമ്മയുടെ നേർച്ച പാലിക്കണേ. സർ, സർ, എന്താ ആരും കാണുന്നില്ലല്ലോ? ആരാ വേണ്ടത്? നീ ആരാ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. പോയി സാറിനെ വിളിക്കേ. ഇരിക്കെ. നമസ്കാരം മാഡം. നമസ്കാരം. കല ആർട്സ് കോളേജിലെ സ്റ്റുഡന്റ് അല്ലേ? ഇരിക്കൂ. എന്താ കുടിക്കാൻ? കാപ്പിയോ ചായയോ? എനിത്തിൻ മാഡം. മാല, ഒരു കാപ്പി കൊണ്ടുവാ. നിങ്ങക്ക്? ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. അതെല്ലാം പറ്റില്ല. നിങ്ങൾ കഴിക്കാം, ഞാനും കഴിക്കാം. ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെ വിശേഷിച്ച്? സാറിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി വന്നതാ. ഓ, തീർച്ചയായും സംസാരിക്കാമല്ലോ. കുട്ടി അദ്ദേഹത്തിന്റെ ആരാധികയല്ലേ, പിന്നെന്താ സംസാരിച്ചാൽ. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഈ വർഷം ബാക്കിയുണ്ട്. ഇവളെന്തിനാ ഇവിടെ വന്നത്? നമുക്കെന്തെങ്കിലും ഗുരുമാല ഉണ്ടാക്കോ? നന്നായിട്ട് പഠിക്കുമല്ലേ? ഓ ഓ, മിടുക്കി. ഹായ് വർഷ. ഹലോ സർ. എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു. ഈ കുട്ടിക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കണോ അത്രേ? അതിനെന്താ, വരും, നമുക്ക് കാറിൽ പോകുമ്പോ സംസാരിക്കാം. ഓക്കെ, വരൂ വർഷ. വരട്ടെ മാഡം. പ്രിയ ചിത്രകാര, അങ്ങയുടെ രചനാ വൈഭവം എന്നെ ഉന്മത്തയാക്കുന്നു. അങ്ങയുടെ രചനാ ശൈലി എന്നെ കോളേജിൽ മികച്ച ചിത്രകാരിയാക്കി. അങ്ങയെ എങ്ങനെ ആരാധിക്കണമെന്നോ ഏത് രൂപത്തിൽ അടുത്തിടപെടണമെന്നോ അറിയാതെ അലയുകയാണ് ഈ പെൺകുട്ടിയുടെ മനസ്സ്. എനിക്ക് പ്രചോദനം തരൂ. അങ്ങയുടെ നിഴലാവാൻ വെമ്പുന്ന പ്രിയ ആരാധിക വർഷ. കമനി, ഞാൻ ഇന്ന് രാത്രി ഇത്തിരി വരാൻ വൈകും. ഇന്ന് നിങ്ങൾ പോണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോണം. എന്തിന്? അച്ഛനെയും അമ്മയും കണ്ടിട്ട് ഒത്തിരി നാളായി. എങ്കിൽ നീ തനിച്ചു പോയിക്കോളൂ. തനിച്ച് വിവാഹമായി ഇത്രയും കാലമായിട്ട് ഞാൻ തനിച്ചല്ലേ? എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അച്ഛനോട് വേറൊരുത്തിനെ കണ്ടുപിടിച്ച് തരാൻ പറ. മോളെ. അമ്മേ, അച്ഛാ, എന്താ വിശേഷിച്ച്? ഒന്ന് അറിയിക്കാതെ കൂടെ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇന്നലെ രാത്രി നിന്നെ കുറിച്ചൊരു സ്വപ്നം കണ്ടത്രേ. എനിക്ക് അവിടെ ഇരിക്കപ്പെടുത്തി തരുന്നില്ല. നീ ഇരുന്ന് കരയുന്നതായിട്ടാ കണ്ടത്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴും എന്റെ മോള് കരയാണല്ലോ. എന്താ കാര്യം? എന്താ മോളെ, പറയൂ, എന്താ ഉണ്ടായെന്ന് പറയൂ. എനിക്കെന്തോ ജീവിതം കൈവിട്ടു പോകുന്ന പോലെ തോന്നൽ തുടങ്ങി. കണ്ടോ, ഞാൻ സ്വപ്നം കണ്ടത് ശരിയാ. എന്റെ ഗുരുവായൂരപ്പ, അദ്ദേഹത്തിന് കുടുംബജീവിതത്തെക്കാൾ കലയോടാണ് അധിക സ്നേഹം. പ്രശംസയിൽ താല്പര്യമില്ലെന്ന് പറയാറുണ്ടെങ്കിലും ലോകം അറിയപ്പെടുന്ന ചിത്രകാരനാകണമെന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും പേരക്കുട്ടിക്ക് വെണ്ണ കൊണ്ട് തുലാഭാരം നേർന്ന് കാത്തിരിക്കുക. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷങ്ങളായിട്ടും ഞാൻ ഇന്നും അമ്മയുടെ അച്ഛന്റെയും കൂടെ കഴിഞ്ഞിരുന്ന അതേ കാമിനി തന്നെയാ. കഴുത്തിൽ താലിയുണ്ടെന്ന് മാത്രം. വേഗം വിവേകം അല്ലെന്നൊരു ചൊല്ലുണ്ട്. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമല്ലായിരുന്നു. ഇപ്പൊ ആരാ അനുഭവിക്കുന്നത്? എന്റെ മോളല്ലേ. മോളെ, മോള് വിഷമിക്കാതിരിക്ക. അതൊന്നും സാരാക്കണ്ട. അവനൊരു കലാകാരനായതുകൊണ്ട് ഒരിക്കലും ഒരു ക്രൂരനാവാൻ സാധ്യതയില്ല. എല്ലാം നേരെയാവും. എന്റെ ഗുരുവായൂരപ്പ, നീ തന്നെ രക്ഷിക്കണേ. ഹലോ. ഹലോ, ആർട്ടിസ്റ്റ് ഉദയന്റെ വീടാണോ? അതെ, ഞാൻ ഉദയനാ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മിസ്സിസിന്റെ ക്ലാസ്മേറ്റ് ഗൗതം ചക്രവർത്തിയാണ് സംസാരിക്കുന്നത്. ഗൗതം? അന്ന് നിങ്ങളെ കാണാൻ പറ്റിയില്ല. അതെ, അന്ന് എനിക്ക് ഉദ്ദേശിച്ച സമയത്ത് വരാൻ പറ്റില്ല. സോറി, എന്റെ വൈഫിന് ഒത്തിരി വിഷമമായി.
എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സീൻ അന്ന് ഞാൻ കണ്ടു സാർ. എന്ത് സീൻ? അത് നിങ്ങളുടെ വൈഫിനോട് എന്നെ ചോദിക്കേ. എന്റെ വൈഫിനോടോ? ആരെയാണ്? നിന്റെ കോളേജ് മേറ്റാ, ആ ഗൗതം. അന്നൊരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നിരുന്നില്ലേ, അയാളാ. എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻ കണ്ടുവന്ന്. അതെന്താന്ന് ചോദിക്കാൻ പറയുന്നു. എന്താ അത്? അവൻ വല്ല തമാശ പറഞ്ഞായിരിക്കും. ഫോൺ തരൂ. ഹലോ. ഹലോ കാമിനെ, ആ സീൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തോ. എന്താ പറയുന്നേ? ഉടനെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ വീട്ടിലേക്ക് വരണം. എന്റെ വീട്ടിലെ നിങ്ങൾക്ക് രണ്ടാൾക്കും ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? നീ ക്ഷണിച്ച ഉടനെ വരാൻ പറ്റുമോ? അദ്ദേഹം ബിസിയാ, നിന്നെ പോലെ വെറുതെ ഇരിക്കുകയല്ല. പാർട്ടി തരാമെന്ന് ഉടനെ വീട്ടിലേക്ക് ചെല്ലണം അത്രേ. അത്രേ ഉള്ളോ? നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. ഓക്കെ. ഹലോ സാർ. ഹലോ. വെൽക്കം വെൽക്കം. വരൂ വരൂ, അകത്തേക്ക് വരൂ. ഇതാണ് എന്റെ വീട്. ഇത് ബെഡ്റൂം. എങ്ങനെയുണ്ട്? അതെ, കണ്ട ലോഡ്ജ് മാതിരി ഇരിക്കുന്നു. ഒരു തുക്കട TV അല്ലാതെ വേറെ എന്താ ഉള്ളത്? നീയേ ശരിയല്ല, പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം. കുടിക്കാൻ എന്താ ഉണ്ട്? ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഹോട്ട് ഓർ കൂൾ? എനിക്കൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എടാ മുരുക. റെഡി സർ. ഇതെല്ലാം എന്തിനാ കൊണ്ടുവന്നത്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ചുമ്മാ ഇരിക്കേ. ഇല്ല വേണ്ട. എന്താ സാർ, ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരികയല്ലേ, ഞാൻ തരുന്നത് കുടിച്ചിട്ട് ഇവിടുന്ന് തൃപ്തിയായിട്ട് പോയാ മതി. ഡോണ്ട് വറി, ഫുഡ് ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജ് എവിടെയാ? കിച്ചണിൽ. ഇപ്പൊ വരാം.